നമസ്കാരം. പശ്ചിമഘട്ട മലനിരകളിൽ ചോലവനങ്ങൾ ഇടകലർന്ന പുൽമേടുകളിൽ കാണപ്പെടുന്ന കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാനസ്. 12 വർഷം കൂടുമ്പോൾ കൂട്ടത്തോടെ പൂക്കുമ്പോഴാണ് ഇവ ദൃശ്യവിസ്മയമാവുന്നത്. തമിഴ് ഭാഷയിലെ നീല, അതായത് നീല നിറം, കുറിഞ്ഞി, അതായത് പൂവ് എന്നീ വാക്കുകൾ ചേർന്നാണ് നീലക്കുറിഞ്ഞി എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ഏറ്റവും കൂടുതൽ കുറിഞ്ഞി പൂക്കുന്നത്. പശ്ചിമഘട്ടത്തിന് ലോക പൈതൃക പദവി ലഭിക്കുന്നതിൽ കുറിഞ്ഞികൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏകദേശം 450 ഇനം കുറിഞ്ഞികളുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് കുറിഞ്ഞികൾ കാണപ്പെടുന്നത്. ഇവയിൽ തന്നെ വലിയൊരു ശതമാനം ഇന്ത്യയിലാണുള്ളത്. പശ്ചിമഘട്ടത്തിൽ മാത്രം 64 ഇനം കുറിഞ്ഞികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവയിൽ ഭൂരിഭാഗവും 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നവയാണ്. എങ്കിലും വർഷം തോറും പൂക്കുന്നവയുമുണ്ട്. നീല, തവിട്ട്, വെള്ള, ഇളം ചുവപ്പ് തുടങ്ങിയ പല നിറങ്ങളിലും ഇവ കാണപ്പെടുന്നു. പ്രശസ്ത കവയിത്രി സുഗതകുമാരി മൂന്നാർ മലനിരകളിലെ കുറിഞ്ഞി വസന്തം കണ്ട് എഴുതിയ അനുഭവക്കുറിപ്പാണ് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠം.